റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അയാൾ പറയുന്നത് അയാൾ സംഘിയായി അയാൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അയാൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അതായത് ആ കാര്യം തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ തിരുത്തി കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പ് അയാളുടെ ഒരു ചെറിയ വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് വ്യക്തമായിട്ട് അയാൾക്ക് മറുപടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാം. പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഓക്കെ, അയാൾ അഭിമാനത്തോടു കൂടി ഇത് വിളിച്ചു പറയണം അയാൾ സംഘിയാണെന്നുള്ളത്. അയാൾക്ക് അങ്ങനെ ഒരു അഭിമാനം ഉണ്ടെങ്കിൽ അത് അയാൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അതൊക്കെ അയാളുടെ താല്പര്യം. പക്ഷെ അയാൾ വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടീനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്. ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. ഓക്കെ, അതായത് ഈ റോബിൻ പറഞ്ഞത് ഈ നരേന്ദ്രമോദി ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഭരണാധികാരിയിൽ ഒരാളാണ് എന്നുള്ളതാണ്. എങ്കിൽ ഞാൻ പറയുന്നു അല്ല എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യത്തെയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മറുപടി പോലും നരേന്ദ്രമോദി ഈ ദിവസം വരെ കൊടുത്തിട്ടില്ല. തെളിവ് കാണിച്ചു തരാം. He knew I was not happy, and it was important to make me happy. They do trade, and we can raise tariffs on them very quickly. And he knew. ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ റോബിനെ. അതായത് ഈ വീഡിയോയിൽ പറയുന്നത് എന്നെ എങ്ങനെയാണ് ഹാപ്പി ആക്കേണ്ടതെന്ന് അയാൾക്ക് അറിയാം. അത് ഹാപ്പി ആക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതും അയാൾക്ക് അറിയാമെന്നാണ് പറയുന്നത്. അതായത് മോദിയെ എന്നെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാതെ പറയാണ്. ഇൻഡയറക്ട്ലി റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. മോദി എന്ത് മറുപടി കൊടുത്തു? രണ്ടാമത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം. India ordered 68 Apaches, and Prime Minister Modi came to see me. Sir, may I see you, please? അതായത് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞല്ലോ, റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന്. ഏത് നമ്മുടെ ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രിയാണ് ഇതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റിനോട് കെഞ്ചിയിട്ടുള്ളത്? ഇനി ധീരയായ നട്ടലുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളത് ഇന്ദിരാഗാന്ധി എന്ന പേര്. 1971 വാഷിങ്ടണിൽ നിന്നൊരു കോള് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരാണ്. ആ കോളിൽ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. അതേ കോളിൽ മറുപടി കൊടുത്തു. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് ഞങ്ങൾ ആക്രമിക്കാതിരിക്കാം, പക്ഷേ എൻ്റെ സമുദ്രാതിർത്തിയുടെ ഏതെങ്കിലും ഒരു അയലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലുള്ള സൈനികരും ആ പടക്കപ്പലും ഞാൻ ചാമ്പലാക്കുമെന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. അതാണ് ആ തൻ്റെ ഇടമുള്ള പ്രധാനമന്ത്രി. അതല്ലാതെ ഈ സമയം വരെ ട്രംപിന് ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്ത നരേന്ദ്രമോദിയല്ല.